ദൈവത്തിൽ ബലം വച്ചിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവബലത്തിൻ്റെ ഉറവിടമായ നിത്യ ജീവന്റെ വചനത്തിൽ ആശ വച്ച് അത് കേൾക്കുന്നവൻ, അത് കേൾപ്പിക്കുന്നവൻ, അത് അനുസരിക്കുന്നവൻ ഭാഗ്യവാൻ. മൂന്നാമത് ജെരമ്യ 17:7 യഹോവയിൽ ആശ്രയിക്കുകയും, ഹല്ലേലൂയ, ദൈവത്തിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും യേശു തന്നെ ആശ്രയമായിരിക്കുകയും. രണ്ടാം ശനിയാഴ്ച രാവിലെ ഓ യേശു യേശു യേശു, ഇവിടം വിട്ട് ഇറങ്ങിയാൽ എവിടെ ഒരു ക്ഷേത്രമുണ്ട്, എവിടെ ഒരു മന്ത്രവാദി ഉണ്ട്, എവിടെ ഒരു കൈനോട്ടുകാരനുണ്ട്, ഇന്ന് കറങ്ങി അടിച്ച് ശാപക്കെട്ടുകളുമായി എത്തിയിരിക്കുന്ന അനേകർ ഈ കൂട്ടത്തിലുണ്ട്. പേര് സഹിതം കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തരുന്നു. ഗണ്യം നിമിത്തം ഞാൻ ചെയ്യുന്നില്ല. പാസ്റ്റ് ഈസ് പാസ്റ്റ്, പാസ്റ്റ് ഈസ് പാസ്റ്റ്. കഴിഞ്ഞു പോയത് കഴിഞ്ഞു പോകട്ടെ. ഇനിയെങ്കിലും ഈ ദൈവത്തെ നീ മറക്കരുത്, മറക്കരുത്, മറക്കരുതേ. യഹോവ തന്നെ, ആമേൻ, ക്രിസ്തു യേശു തന്നെ ആശ്രയമായി ഇരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഈ ദൈവത്തിൽ നീ ആശ്രയം വയ്ക്കും മുമ്പ് ഈ ദൈവം ആർ എന്ന് നീ അറിഞ്ഞിരിക്കണം. സന്തോഷമാണോ? നീ ദൈവത്തിൽ നിന്റെ ആശ്രയം വയ്ക്കും മുമ്പ് ഈ ദൈവം ആർ? 2000 ആണ്ടുകൾക്ക് മുമ്പ് സാക്രട്ടീസും അരിസ്റ്റോട്ടിലും പ്ലാറ്റോയും നിന്ന് പ്രസംഗം ചെയ്ത മാർസ് ഹില്ലിൽ, ഗ്രീസിന്റെ തലസ്ഥാനം ഏതൻസ് പട്ടണത്തിന്റെ മാർസ് ഹില്ലിൽ നമ്മുടെ പൗലോസ് അപ്പോസ്തലനും എഴുന്നേറ്റ് നിന്ന് കർത്താവിൻ്റെ നാമം പ്രഘോഷിച്ചപ്പോൾ ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന അവിടെ എങ്ങും വിഗ്രഹങ്ങൾ, കല്ലുകൾ, മനുഷ്യൻ നിർമ്മിച്ചു വെച്ച വിഗ്രഹങ്ങൾ. ഓരോ വിഗ്രഹത്തിലും ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ഇറ്റ് ഈസ് എൻ ആൾട്ടർ. ഇംഗ്ലീഷ് ബൈബിൾ സേസ് ഇറ്റ് ഈസ് എൻ ആൾട്ടർ. വേദിക്കല്ല് എന്ന് മലയാള ബൈബിളിൽ ഉണ്ട്. ഇഷ്ടംപോലെ വേദിക്കല്ലുകൾ, ഇഷ്ടംപോലെ ദേവി ദേവന്മാർ, ഇഷ്ടംപോലെ വിഗ്രഹ കല്ലുകൾ. ഇങ്ങനെ ഓരോ വേദിക്കല്ലിലും ഓരോ ദേവന്മാരുടെ പേരും വച്ചിരിക്കുന്നത് പൗലോസ് കണ്ടപ്പോൾ അപ്പോസ്തലർ 17:26 ഉള്ളിൽ ചൂട് പിടിച്ച് ദൈവത്തെ കണ്ട് അറിഞ്ഞ് സംസാരിച്ച് തൊട്ട് അനുഭവത്തിൽ നിൽക്കുന്ന പൗലോസിന് അത് കാഷ്വലായി വിടുവാൻ കഴിഞ്ഞില്ല. ദൈവത്തെ ഉണ്ടാക്കി വെച്ച് കുമ്പിടുന്ന ആളുകളെയും വിഗ്രഹങ്ങളെയും കണ്ടപ്പോൾ പൗലോസിന്റെ ഉള്ളിൽ ചൂട് പിടിച്ചു. He saw another altar by name, superscribed by name, unknown God. ഒരു വേദിക്കല്ലവൻ കണ്ട് അതിൽ പേര് ഒന്നുമില്ല. അപ്പോസ്തലർ 17:23 അതിൽ എഴുതിയിരിക്കുന്ന അഞ്ഞാണ്ട ദേവൻ, അഞ്ഞാണ്ട ദേവൻ. അപ്പോസ്തലർ 17:23 അറിയപ്പെടാത്ത ദൈവം, അറിയപ്പെടാത്ത ദൈവം. അങ്ങനെ ഒരു ദൈവമുണ്ടോ? പൗലോസ് അതിന് മറുപടിയായി തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ 2 തിമോത്തിയോസ് 1:12 എഴുതുന്നു, എന്നെ വിളിച്ചിരിക്കുന്നവൻ, എന്നെ വേർതിരിച്ചവൻ, എന്നെ വീണ്ടെടുത്തവൻ, എന്നെ തൻ്റെ ശുശ്രൂഷയിൽ ഉപയോഗിക്കുന്നവൻ ആർ എന്ന് ഞാൻ അറിയുന്നു. ആമേൻ. എന്നെ സൗഖ്യമാക്കിയവൻ, എന്നെ മാനിച്ചവൻ, എന്നെ കഴുകിയവൻ, എന്നെ ഉയർത്തിയവൻ ആർ. ഐ നോ whom
I have believed. അഞ്ഞാട ദൈവം എന്നൊരു ദൈവം ഇല്ല. I know him. ആകയാൽ സഹോദരങ്ങളെ, ഈ ദൈവത്തെക്കുറിച്ച് ഒരു തിരിച്ചറിവ് വേണം. ആമേൻ, ആമേൻ. പലതിനെയും ചുറ്റിക്കറങ്ങി ഉമ്മ വെച്ച് കാണിക്കയും നൂലും കെട്ടി എത്തി നാശത്തിലേക്ക് യാത്ര ചെയ്ത് ഇവിടെ ഒരു മണിക്കൂർ വന്ന് തണൽ വന്നിരുന്നിട്ട് പോയി ഒന്നും കിട്ടാതെ നരകത്തിലേക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന അനേക കഥാപാത്രങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. റിട്ടേൺ ബാക്ക്, റിട്ടേൺ ബാക്ക്. ഒറിജിനൽ ദൈവത്തിലേക്ക് മടങ്ങി വാ. നിന്നെ നിർമ്മിച്ചവനിലേക്ക് മടങ്ങി വാ. ഈ ദൈവത്തെ അറിയണം. ആശ്രയിക്കും മുമ്പ് ഈ ദൈവത്തെ നീ അറിയണം. ആമേൻ. എങ്ങനെ അറിയുവാൻ? സങ്കീർത്തനക്കാരൻ എഴുതുന്നു 86:10 ദൈവമേ നീ മാത്രം ദൈവം എന്ന് ഞാൻ അറിയുന്നു. ഒന്ന് വാ തുറക്കുമോ? പറയുമോ? യേശുവേ, യേശുവേ അങ്ങ് മാത്രം ദൈവം എന്ന് ഞാൻ അറിയുന്നു. അറിയണം, അങ്ങനെ അറിയണം, അങ്ങനെ അറിയണം. അപ്പോസ്തലർ 4:12 മറ്റൊരുത്തനിലും രക്ഷയില്ല ക്രിസ്തുവിന്റെ നാമം ഒഴികെ എന്ന് നീ അറിയണം. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ മഴ വർഷിപ്പിച്ചവൻ, യേശുവിൻ നാമത്തിൽ തീ ഇറക്കിയവൻ, അവസാനം പൊതുജനമധ്യേ പ്രവാചകൻ എലൈജ ഒരു ചോദ്യം ചോദിക്കുന്നു. ഹൗ ലോങ് വിൽ യു ബി ലിവിംഗ് വിത്ത് ടു ഒപ്പീനിയൻസ്? 1 രാജാക്കന്മാർ 18:21. ബൈബിൾ തുറന്ന് എടുക്കുക, അനങ്ങ ഇരിക്കരുത്. 1 ராஜாக்கன்மார் 18:21 தமிழ் வேதாகமம் சொல்லுகிறது, நீங்கள் எவ்வளவு நாள், வேதம் சொல்லுகிறது 2 நினைவுகளில் குந்தி குந்தி நடப்பீர்கள். எத்தனை நாள் നിങ്ങൾക്ക് 2 அப்பன்മാർ? എത്ര നാൾ നിങ്ങൾക്ക് 2 അപ്പന്മാർ? നേരെ ചൊവ്വേ കുടുംബം പോകണമെങ്കിൽ അവിടെ ഒരു അപ്പനേ പാടുള്ളൂ. ആമേൻ, ഹല്ലേലൂയ. எவ்வளவு நாள் 2 நினைவுகளில் நீங்கள் குந்தி குந்தி நடப்பீர்கள்? How long you have 2 opinion? எத்தனை நாள் 2 தோணியில் கால் வைக்கும்? அபகடம், அபகடம். கிறிஸ்து தன்னே. ദൈവമേ നീ മാത്രം ദൈവമാകുന്ന, അങ്ങനെ ഈ ദൈവത്തെ നീ അറിയണം. ഹല്ലേലൂയ. ഇവൻ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോസ്തലൻ 3:14 ജീവന്റെ ആദർ, ജീവനായകൻ യേശു, ജീവനായകൻ നമ്പർ 1. അപ്പോസ്തലൻ 3:14. 2 എബ്രായർ 12:2 ഇവൻ വിശ്വാസത്തിൻ്റെ നായകൻ, ജീവന്റെ നായകൻ, വിശ്വാസത്തിൻ്റെ നായകൻ. വെളിപ്പാട് പുസ്തകം 1-7 വചനത്തിൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ നായകൻ. അവസാനം 1 കൊരിന്ത്യർ 8 വചനം ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന സർവത്തിൻ്റെയും നായകൻ ഇവൻ. സർവത്തിൻ്റെയും, സർവത്തിൻ്റെയും. അതുകൊണ്ട് ഇവൻ അറിയാതെ, ഇവൻ അനുവദിക്കാതെ ഒരു ഉത്സവവും നിനക്ക് വേണ്ട. നീ ശരിക്കും യേശുവിന് പിടികൊടുത്ത ആളായാൽ, പൂക്കളമല്ല അതിൽ വച്ചിരിക്കുന്നത്, മലരല്ല മലമാണ്.
ദൈവത്തിന് പിടികൊടുത്താട്ടെ. നിനക്കവൻ ഒരുക്കി വച്ചിരിക്കുന്ന നിത്യ ജീവൻ വേണമോ? നിനക്ക് ഒറ്റ ഉത്സവമേ ഉള്ളു. എൻ്റെ അപ്പൻ 2000 ആണ്ടുകൾക്ക് മുമ്പ് നിനക്ക് വേണ്ടി നിന്റെ സകല ആഗ്രഹവും അനുയായവും തൻ്റെ തോളിൽ ചുമന്നുകൊണ്ട് ക്രൂസിൽ അവൻ ചെയ്തു തീർത്ത ഒറ്റ ഉത്സവം. റബ ലഞ്ചന ശാലദ റഗ്ഗ. ആമേൻ. വിശ്വാസത്തിൻ്റെ നായകൻ, പ്രപഞ്ചത്തിൻ്റെ നായകൻ, നിന്റെ ജീവന്റെ നായകൻ, സർവത്തിൻ്റെയും നായകൻ. ആ കൊരിന്ത്യർ ലേഖനം ആ അധ്യായത്തിൽ തന്നെ 1 കൊരിന്ത്യർ 8:4-5 വചനത്തിൽ തന്നെ പൗലോസ് അത് വ്യക്തമാക്കുന്നു. അവർക്ക് പല എണ്ണം ദൈവങ്ങളുണ്ട്, നിനക്ക് ഒന്നേ ഉള്ളു. ആമേൻ. ഹല്ലേലൂയ. ഇവനെ നീ അറിയണം, ഏകനെന്ന് അറിയണം. രണ്ടാമത്, ആശ്രയിക്കാൻ കൊള്ളാവുന്ന ദൈവം എന്ന് നീ അറിയണം. ആമേൻ. He is trustworthy. He is trustworthy. Jesus is trustworthy. സങ്കീർത്തനം 145:13. ദൈവമേ, നിന്റെ രാജ്യത്വം നിത്യ രാജ്യത്വം, ഇന്നിരുന്ന് നാളെ ഒഴുകിപ്പോകുന്നതല്ല. കർത്താവിൻ്റെ രാജ്യത്വം നിത്യ രാജ്യത്വം. ആബ്രഹാമിൽ നിന്ന് 14ാമത്തെ തലമുറ ദാവീദിൻ്റെ കുടുംബം. ആ ദാവീദിൻ്റെ വംശത്തിൽ വന്ന രക്ഷിതാവാം ക്രിസ്തു. ആബ്രഹാമിൽ നിന്ന് 3ാമത്തെ തലമുറ യാക്കോബിൻ്റെ ഗോത്രം. ബിലയാം പ്രവാചകൻ ദർശനത്തിൽ പ്രവചിക്കുന്ന സംഖ്യ 24:17 I see a star is coming out of Jacob. യാക്കോബിൻ്റെ ഗോത്രത്തിൽ നിന്ന് ഒരു ഉദയ നക്ഷത്രം, യേശു എന്നുള്ള ഉദയ നക്ഷത്രം ഉദിച്ചു വരുന്നത് ഞാൻ കാണുന്നു. യാക്കോബ് എന്നുള്ള ഉദയ നക്ഷത്രത്തിൽ നിന്ന് that authority jumped into the fourth son by name Judah. ഉൽപ്പത്തി പുസ്തകം 49, 10, 11 വചനങ്ങളിൽ 4ാമത്തെ മകൻ യൂദയുടെ കയ്യിൽ നിത്യ ചെങ്കോൽ യാക്കോബ് നൽകുന്നു. അതാണ് വെളിപ്പാട് പുസ്തകം 5:5 രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ക്രിസ്തു യേശു യഹൂദ ഗോത്രത്ത് സിംഹം. One who is holding the everlasting special. നിത്യ ചെങ്കോൽ കയ്യിൽ പിടിച്ചിരിക്കുന്ന യഹൂദ ഗോത്രത്ത് സിംഹം ക്രിസ്തു. ആശ്രയിക്കുവാൻ കൊള്ളാകുന്ന ഒറ്റ ഒരു കർത്താവ് ക്രിസ്തു യേശു. ട്രസ്റ്റ് വർത്തി. 145:13 നിന്റെ രാജ്യത്വം നിത്യ രാജ്യത്വം, നിന്റെ ആധിപത്യം തലമുറ. നമ്മുടെ അയൽ രാജ്യം ബംഗ്ലാദേശ്. ആ രാഷ്ട്രത്തിൻ്റെ രാഷ്ട്ര പിതാവ്, ഫൗണ്ടിങ് പ്രസിഡന്റ് ബംഗ്ലാദേശ് ഫാദർ മുജീബർ റഹ്മാൻ. അദ്ദേഹത്തിൻ്റെ ഒരു മകൾ ഷേഖ് ഹസീന, the longest ever ruled over a country. 22 വർഷം ദീർഘനാൾ അദ്ദേഹത്തിന് ശേഷം രണ്ട് പീരീഡായി 22 വർഷം ബംഗ്ലാദേശിനെ ഭരിച്ച പവർഫുൾ ലേഡി. 2 മാസത്തിന് മുമ്പ് അവിടെ കലഹം പൊട്ടിപ്പുറപ്പെടുവിച്ച് ആർമി ജനറൽ വന്ന് പറഞ്ഞ്, മാഡം ഇറ്റ് ഈസ് ഡേഞ്ചർ. രാഷ്ട്രം സ്ഥാപിച്ചത് ആ മേഡത്തിൻ്റെ അപ്പനാണ് മുജീബർ റഹ്മാൻ. അതിനുശേഷം ഏകദേശം 1/4 നൂറ്റാണ്ട് ഭരിച്ചു തീർത്തത് ഈ മേഡമാണ്.
കലഹം പൊട്ടിപ്പുറപ്പെടുവിച്ച് ആർമി ജനറൽ പറഞ്ഞ് 3 മണിക്കൂർ സമയം തരാം, 3 ഒഴിഞ്ഞ സുക്കേസും തരാം. സാരിയോ പാവാടയോ ലിപ്സ്റ്റിക്കോ മുട്ടുകുത്തിയോ റിങ്ങോ ചെരുപ്പോ ഈ 3 സുക്കേസിൽ കൊള്ളുന്നത് വാരി നിറച്ചോ ഓടിക്കോ. ആർക്ക്? രാഷ്ട്രം സ്ഥാപിച്ച അപ്പൻ്റെ മോൾ, ഏകദേശം 1/4 നൂറ്റാണ്ട് പ്രൈം മിനിസ്റ്ററായിരുന്നു ഭരിച്ച ദ മോസ്റ്റ് പവർഫുൾ ലേഡി 3 മണിക്കൂർ ഓടിക്കൊള്ളാൻ പറഞ്ഞു. അമേരിക്ക പറഞ്ഞ് ഇങ്ങോട്ട് വരേണ്ട, UK പറഞ്ഞ് മാഡം ഇങ്ങോട്ട് വരേണ്ട, EI-കാരൻ പോലും പറഞ്ഞ് മാഡം ഇങ്ങോട്ട് വരരുതേ. അവസാനം നമ്മുടെ ഡൽഹിയിലുണ്ട്. ഞാൻ പറയുന്നത് എല്ലാ രാജ്യത്വവും വീഴും, പെട്ടെന്ന് ഒരു നാളും വീഴാട്ട് നിന്നെ കൊണ്ട് ആശ്രയിക്കാൻ കൊള്ളുന്ന ഒറ്റ രാജ്യത്വം ക്രിസ്തു യേശു മാത്രം. പലതിനെയും മുറുകെ പിടിക്കരുത്. സിസ്റ്റർ അഞ്ജു പലതിനെയും ഉമ്മവെച്ച് നടക്കുന്നവളെ, ധനുജ പല അന്ധകാരത്തെയും ഉമ്മവെച്ച് നടക്കുന്നവളെ, ആശ പലതിനെയും ഉമ്മവെച്ച് നടക്കുന്നവളെ, ഒരേ ഒരു മാർഗം, ഈ ദൈവത്തെ ദൈവമെന്ന് തിരിച്ചറിയുക. ആമേൻ. തിരിച്ചറിയുക. ഇവൻ മാത്രം ദൈവം എന്ന് നീ തിരിച്ചറിയുക. ആശ്രയിക്കാൻ കൊള്ളാവുന്ന ഒരുവൻ ഏകൻ എന്ന് ഇവന് തിരിച്ചറിയുക. ഇവൻ ബോസ്ക്ക് പറയാത്തവൻ. ആമേൻ. അത് ബിലയാം എഴുതുന്നു. ഇവൻ സംഖ്യ 23:19 God is not the man to lie. பொய் பேச தேவன் மனுஷன் அல்லவே. பொய் பேச மனுஷன் தெய்வம் மனுஷன் அல்லவே. போஸ்க்கு പറയുവാൻ ഇവൻ ഒരു മനുഷ്യനല്ല, ഇവൻ ദൈവമാണ്. കള്ളമേ പറയാത്തവൻ, സത്യം. ഇവന്റെ പേര് സത്യം. രണ്ടാമത് ആവർത്തനം 9:27, ജോഷുവ 21:45 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, ഇവൻ പറഞ്ഞ വാക്ക് മാറത്തില്ല. ആമേൻ. ബോസ്ക്ക് പറയാത്തവൻ 1, 2 ഇവൻ പറഞ്ഞ വാക്ക് മാറുകയേയില്ല. മനുഷ്യൻ പറയും, പറഞ്ഞത് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയും. ഞാൻ പറഞ്ഞിട്ടില്ല. രണ്ടാമത് പറയും, പറഞ്ഞായിരിക്കാം, അത് അപ്പ പറഞ്ഞ്, ഇപ്പോഴത്തേക്കല്ല അപ്പ പറഞ്ഞ് എന്ന് പറയും. ഈ ദൈവം ഒരിക്കലും ബോസ്ക്ക് പറയുകയില്ല, വാക്ക് മാറ്റത്തില്ല. നീ അവൻ്റെ സന്നിധിയിൽ അവൻ്റെ ഇച്ഛപ്രകാരം പ്രാർത്ഥിച്ച് അവൻ്റെ പാദത്തിൽ നീ കെട്ടിപ്പിടിച്ചാൽ നിനക്ക് ഒന്നിനും നോ പറയത്തേയില്ല. ആമേൻ. ആമേൻ. 1 യോഹന്നാൻ 5:14 അവൻ്റെ ആഗ്രഹപ്രകാരം നീ എന്തെങ്കിലും യാചിച്ചിട്ട് അവൻ്റെ അടുക്കൽ വന്നാൽ, മകനെ മകളെ നിനക്കത് ഇല്ല എന്ന് ഒരു നാളും പറയുകയേ ഇല്ല. അതുകൊണ്ട് ഉറപ്പിച്ച് തറപ്പിച്ച് ഞാൻ നിങ്ങളോട് പറയുന്നേ, സഹോദരങ്ങളെ, ആശ്രയിക്കുവാൻ കൊള്ളാകുന്ന ദൈവം. ആമേൻ. ആമേൻ. ഞങ്ങളുടെ വിലാസം: മിനിസ്ട്രി ഓഫ് ജീസസ്, പ്രയർ ഗാർഡൻസ്, പോസ്റ്റ് ബോക്സ് നമ്പർ 20, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, നെയ്യാറ്റിങ്കര 695121, തിരുവനന്തപുരം. ഫോൺ നമ്പർ 0471 222 0100.